ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടന്നിട്ടില്ല എന്ന് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കി. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. വിഷയത്തിൽ ജയിൽ മേധാവി വിശദീകരണം ചോദിച്ച കത്ത് കയ്യിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷം സഹകരിക്കണമെന്ന് സ്പീക്കർ. ബഹളത്തെ തുടർന്ന് സഭ പിരിഞ്ഞു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അങ്ങയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാം, അങ്ങേക്ക് ആവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതെ, അങ്ങേക്ക് എല്ലാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല. ഈ ഫ്ലോറിനകത്ത് എത്രയോ തവണ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ഷഫീദ്, നോട്ടീസ് അവതരിപ്പിച്ചുള്ള പ്രസംഗം പോലും തടഞ്ഞ് നോട്ടീസ് തന്നെ തള്ളുകയാണോ സ്പീക്കർ ചെയ്തത്? വേണു, അങ്ങനെ തന്നെയാണ്. അതായത് അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസ് അവതരണം അടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ അത് ചില ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടക്കില്ല എന്ന് പറയുകയായിരുന്നു. ഇത് ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടന്നിട്ടില്ലെന്നായിരുന്നു സ്പീക്കർ ഈ ശൂന്യവേള ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യം. മാത്രമല്ല, അനുമതി നൽകാൻ കഴിയില്ലെന്നും സ്പീക്കർ പറഞ്ഞതോടുകൂടി പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ എതിർപ്പുയർത്തി. അതായത് സ്പീക്കർ പറഞ്ഞത് അനൗചിത്യമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണം. പിന്നാലെ ജയിൽ മേധാവി വിശദീകരണം ചോദിച്ച കത്ത് അത് തങ്ങളുടെ പക്കലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ വിഷയം, അതായത് പിന്നെ എങ്ങനെയാണ് ഇത് നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യം, ഒരു മറുചോദ്യം അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു. ഗവർണറുടെ ഡയസിന് മുൻപിൽ സർക്കാരടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. മാത്രവുമല്ല, പ്രതിഷേധം ഏറെ മിനിറ്റ് നീണ്ടതോടെ ഉപധനാഭ്യർത്ഥന കാര്യങ്ങളടക്കമുള്ള വിഷയങ്ങൾ അത് വേഗത്തിലാക്കിക്കൊണ്ട് സഭ വെട്ടിച്ചുരുക്കുകയായിരുന്നു, അല്ലെങ്കിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതായത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കെ രമയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിഷയത്തിൽ ജയിൽ DGPയുടെ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നുവെന്നും, മാത്രവുമല്ല ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതി നിർദ്ദേശം പോലും മറികടന്നുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങളും, മാത്രമല്ല ഇക്കാര്യത്തിൽ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നടന്നു എന്നുള്ളതായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ചർച്ചയ്ക്ക് പോലും, അല്ലെങ്കിൽ നോട്ടീസ് പരിഗണിക്കാൻ പോലും ഇതുമായി ബന്ധപ്പെട്ട് കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സ്പീക്കർ എത്തുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ സഭയിൽ നിന്ന് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് അറിയാം. മാത്രമല്ല, ഈ ടി.പി. ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ഇളവ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് കെ രമ ഇന്ന് ഗവർണർക്ക് കത്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. വൈകിട്ട് 4:30 ഗവർണറെ നേരിൽ കണ്ട് കത്ത് നൽകാനാണ് കെ രമ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വേണോ ഷഫീദെ, രമയ്ക്ക് മറുപടി പിണറായി നൽകേണ്ടി വരും. ആ സാഹചര്യം ഒഴിവാക്കുകയായിരുന്നോ സ്പീക്കർ? അങ്ങനെ കൂടി ഒരു രാഷ്ട്രീയമായി അതിനെ വിലയിരുത്താൻ കഴിയും. കാരണം കെ രമയ്ക്ക് ഇക്കാര്യത്തിൽ നിയമസഭയിൽ മുഖ്യ ആഭ്യന്തര വകുപ്പ് ചുമതല കൂടിയ മുഖ്യമന്ത്രി മറുപടി പറയുന്നുള്ളത് സ്വാഭാവികമായും നൽകേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ആ സാഹചര്യത്തെ പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉയർത്തിയ പ്ലക്കാർഡുകളടക്കം അതുമായി ബന്ധപ്പെട്ട ചില കുറിപ്പുകളായിരുന്നു എഴുതിയിരുന്നതും. അതായത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല? ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടക്കുന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം മുതലേ അങ്ങനെയുള്ള നീക്കമാണ് നടന്നത്. എന്ത് സർക്കാർ എന്നുള്ള ചോദ്യമാണ് പ്ലക്കാർഡുകളിൽ പ്രതിപക്ഷം ഉയർത്തിയത്. സ്വാഭാവികമായും കെ രമയ്ക്ക് മറുപടി നൽകുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അക്കാര്യത്തിന് മറുപടി നൽകുക എന്നുള്ളത് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ്. ആ സാഹചര്യം അത് സ്പീക്കർ ഒഴിവാക്കി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. വേണോ എന്തെല്ലാം പദ്ധതി തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കേണ്ടതാണ്. കോറി ഉൽപ്പന്നങ്ങൾക്ക് ജില്ലാതലത്തിൽ തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കേണ്ടതാണ്. കോറി ഉൽപ്പന്നങ്ങൾക്ക് ജില്ലാതലത്തിൽ തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കേണ്ടതാണ്. കോറി ഉൽപ്പന്നങ്ങൾക്ക് ജില്ലാതലത്തിൽ തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കേണ്ടതാണ്. കോറി ഉൽപ്പന്നങ്ങൾക്ക് ജില്ലാതലത്തിൽ. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, ഇനിയിപ്പോ എന്താണ് പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കം? അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് വരും. വേണു, ശേഷം അവരുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരങ്ങളുടെ കാര്യത്തിൽ ഏത് വിധത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. മാത്രമല്ല, വൈകിട്ട് ഗവർണറെ കണ്ട് നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകാനാണ് നിലവിൽ ഇപ്പോൾ കെ രമ തീരുമാനിച്ചിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളായിട്ടുള്ള 3 പേർ, അവർക്കായിരുന്നു ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദം അത് പുറത്തു വന്നത്. അതിൽ പേര് പറഞ്ഞാൽ മുഹമ്മദ് ഷാഫി, അണ്ണൻ സുജിത്ത, ടി.കെ. രജീഷ് എന്നീ 3 പ്രതികൾക്ക് ഇളവ് നൽകാനായിരുന്നു നീക്കം. ഇതുമായി ബന്ധപ്പെട്ട കണ്ണൂർ ജയിൽ മേധാവിയുടെ നീക്കമടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവാദമായിരുന്നു. മാത്രമല്ല, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ശിക്ഷാ ഇളവ് നൽകാനായി പരിഗണിക്കുന്നവരുടെ പട്ടികയിലാണ് ഈ ടി.പി. വധക്കേസിലെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ടി.കെ. രജീഷിന്റെയും മുഹമ്മദ് ഷാഫിയുടെയും അണ്ണൻ സുജിത്തിന്റെയും പേരുകൾ ഉൾപ്പെട്ടത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്ന്
കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ കത്തിൽ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. ജയിൽ മേധാവി തന്നെ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാനില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവായിരിക്കും, ടെക്നിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് സർക്കാർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അത് ആശയം അത് ഒരു ടെക്നിക്കൽ പിഴവായി, ഒരു ടെക്നിക്കൽ മിസ്റ്റേക്കായി മാത്രം പ്രതിപക്ഷം കാണുന്നില്ല. അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷം അത് ഉയർത്തവേ അത് അവതരിപ്പിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം അത് സ്പീക്കർ നൽകിയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും തുടർ സമരങ്ങൾക്ക് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നത് കൂടി ഗവർണറുടെ ശ്രദ്ധയിൽ കൂടി വിഷയപ്പെടുത്തും. മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർത്താനും നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ സഭയിൽ നിന്ന് പ്രതിപക്ഷം പുറത്തേക്ക് വരും. പ്രതിപക്ഷ വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ട അക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.